നമ്മളെല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടാവുക എന്ന്. അതിന് തന്നെയാണല്ലോ വീഡിയോസ് എല്ലാവരും മാറുന്ന കാണുന്നതും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് യൂസർ കാറുകൾ അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുന്നുള്ള ആഗ്രഹത്തിൽ ഓടിച്ചെന്നിട്ട് ഒരു വാഹനം എവിടെന്നെങ്കിലും ഒരു യൂസർ കാർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തലവേദന ഉണ്ടാവാനുള്ള ഇടവരരുത്. അപ്പോൾ നമ്മൾ യൂസർ കാർ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഷോറൂമുകളിൽ വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതുപോലെയുള്ള ഷോറൂമുകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാറ്. ഞാനിന്ന് നിൽക്കുന്നത് ഹുണ്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമായിട്ടുള്ള സർട്ടിഫൈഡ് യൂസർ ഷോറൂമായിട്ടുള്ള പോപ്പുലർ ഹുണ്ടയുടെ പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണ്. ഇങ്ങനത്തെ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. എത്ര വർഷത്തേക്ക് വാറണ്ടി ഉണ്ടാവും? നമ്മൾ 7 വർഷമുള്ള വാഹനങ്ങൾക്ക് 1 ഇയറും 10 വർഷമുള്ള ഹ്യുണ്ടായി വാഹനങ്ങൾക്ക് 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലുള്ള ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വാറണ്ടിയും സർവീസും നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ പാസ്സായതിനു ശേഷം കൊടുക്കണം. ഇത് ഹുണ്ടയുടെ ഓതറൈസ്ഡ് ഷോറൂം ആണെന്ന് കരുതിയിട്ട് ഹുണ്ടായി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡും ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ എടുക്കാം. ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഇത് ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷന്റെ കറക്റ്റ് പ്ലേസ് അവിടെയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണും. അത്രയും വലിയ ഷോറൂം തന്നെയാണ്. ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും ഇവരുടെ ലിസ്റ്റിൽ അല്ലേ. കാരണം പോപ്പുലർ ഹുണ്ടായി എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിന്റെയാണ് ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഏത് ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനം ഇവരുടെ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉള്ളതാണ്. വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം കസ്റ്റമറൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ വിളിച്ചാൽ എടുത്തു തരില്ല. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കില്ല, എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഒന്നും നോക്കുന്നില്ല, നമുക്ക് നേരെ വാഹനങ്ങൾ പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നല്ല യൂസർ കാറുകൾ വിത്ത് വാറന്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. 2020 മോഡലാണ്. EX ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 39,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം പക്കയല്ലേ? കമ്പനി സർവീസ് എല്ലാം പക്കയാണ്. പിന്നെ EX എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഈ വേരിയന്റിൽ വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അലോയ് വീല്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് EX ആണെങ്കിലും ഫുൾ ഓപ്ഷന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് വാറന്റി വരുന്നുണ്ടോ? വാറന്റി വരുന്നുണ്ട്. 1 ഇയർ വാറന്റി വരും. അതുപോലെ 2 ഫ്രീ സർവീസും വരും. ഈ പറയാം 1 ഇയർ വാറന്റി, 2 ഫ്രീ സർവീസ്. നമുക്ക് ഇപ്പോൾ ഹ്യുണ്ടയുടെ മറ്റുള്ള ഷോറൂമുകളിൽ പോയ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. എവിടെ വേണമെങ്കിലും ഹ്യുണ്ടായുടെ നമുക്കത് വാറന്റിയിൽ നമുക്ക് ചെയ്യാം. വാറന്റി ചെയ്യാം അല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 10,25,000 രൂപയാണ്. 10-25. ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 90% അബവ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് 1 ഇയർ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ വിശ്വസിച്ചെടുക്കാം. ഇത് 2019 മോഡലാണ്. i20 മാഗ്ന പ്ലസ് ആണ് വേരിയന്റ്. മാഗ്ന പ്ലസ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ആകെ 42,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസൽ? പെട്രോൾ മാനുവൽ ആണല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ ഓടിയിരിക്കുന്നത്? കിലോമീറ്റർ ആണ്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇതില് മാഗ്ന പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതില് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ പാർക്കിംഗ് സെൻസർ, പിന്നെ അതുപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതുപോലെ വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി ഉണ്ടോ? ഒരു വർഷം വാറന്റി ഉണ്ട്. 2 ഫ്രീ സർവീസും ഉണ്ട്. 1 വർഷം വാറന്റി, 2 ഫ്രീ സർവീസ് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി ഐറ്റം ആണ്. ഈ 2 കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന വാറന്റി കാര്യങ്ങൾ കൊടുക്കുക അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,25,000 രൂപയാണ്. 5,25,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഇതിൽ ആ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവർ കുറച്ച് തരും അല്ലേ? ഹ്യുണ്ടായി കമ്പനിയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ടുസോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2021 മോഡലാണ്. ടുസോൺ 4 വീൽ ഡ്രൈവ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 42,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് വേണം പറയാൻ അല്ലേ? ഇത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിന് പാനോരമിക് സൺറൂഫ് ആണ്. അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്, ABS, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം പറയാൻ തന്നെ വേണം. കാരണം അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് വിത്ത് അലോയ് വീൽ അടക്കം വരുന്ന വാഹനമാണ്.
പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് ചോദിക്കുന്ന പ്രൈസ് 25 ലക്ഷം രൂപയാണ്. അത് നമ്മൾ 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് യൂസിൽ എടുക്കാം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? നല്ലൊരു ഹ്യുണ്ടായിയുടെ ക്രെറ്റ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതിന് വാറന്റി കാര്യങ്ങളൊക്കെ അല്ലേ? വാറന്റി ഉണ്ട്, 6 മാസത്തെ വാറന്റി ഉണ്ട്. 6 മാസത്തെ വാറന്റി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ വരുന്നത്? ഇത് 2015 മോഡലാണ്. ക്രെറ്റ എസ് ആണ് വേരിയന്റ് വരുന്നത്. 1.6 ആണ്. അതുപോലെ പെട്രോൾ മാനുവൽ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 75,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇത് N-Line ആണ്. i20 N-Line അല്ലേ? ഏത് വേരിയന്റ്? ഇത് N8 ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2023 മോഡലാണ്. 2023 മോഡൽ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. പെട്രോളോ ഡീസലാ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് വേണം പറയാം അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഫുൾ ഓപ്ഷൻ ആണ്. ABS, എയർ ബാഗ്, അതുപോലെ സെന്റർ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയേഴ്സ് ആണുള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ 11,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര ലോൺ ചെയ്യാം? 90% അബോവ് നമുക്ക് ലോൺ ഫെസിലിറ്റി കിട്ടുന്നതാണ്. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. 2 ഫ്രീ സർവീസും ഉണ്ട്. ഏകദേശം ഒരു 60,000 രൂപ 70,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ 1 ഇയർ വാറന്റിയോട് കൂടി തന്നെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതും ഓൾ ഇന്ത്യ ഹ്യുണ്ടായുടെ ഏത് സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ഈ ഒരു പറയുന്ന വാറന്റി സർവീസ് ഒക്കെ കിട്ടും. ഇവിടുന്ന് വാങ്ങിയെന്ന് കരുതിയിട്ട് ഇവിടെ തന്നെ വരേണ്ട ആവശ്യമില്ല. വേണ്ട. ഇത് 2023 മോഡലാണിത്. ഫുൾ ഓപ്ഷൻ ആസ്റ്റ വെഹിക്കിൾ ആണിത്. ആസ്റ്റ വേരിയന്റ് ആണല്ലേ? 2023. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ? ആകെ 20,000 കിലോമീറ്റർ ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം എന്ന് വേണം പറയാൻ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? സർവീസും കാര്യങ്ങളുമാണ്. അതുപോലെ 1 ഇയർ വാറന്റി ഉണ്ട്. പിന്നെ 2 ഫ്രീ സർവീസ് ഉണ്ട്. ഈ ആസ്റ്റ എന്ന് പറയുന്ന വേരിയന്റിൽ ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാനുള്ളത്? ഫീച്ചേഴ്സ് ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. അതുപോലെ ABS, എയർ ബാഗ്, സെന്റർ ലോക്ക്, പിന്നെ അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിവേഴ്സ് ക്യാമറ, അലോയ് വീല്, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് ഫുൾ ഓപ്ഷൻ ഫുൾ ലോഡ് വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രിങ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? അതെ. വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ഇയർ വാറന്റി ഉണ്ട്. 2 ഫ്രീ സർവീസും ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 8,75,000 രൂപയാണ്. 8,75 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് 2023 മോഡലാണിത്. വരുന്ന 1.5 ടർബോ SX ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 37,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 37,800 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉള്ളതാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. അതായത് സൺറൂഫ്, അതുപോലെ തന്നെ അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം വാഹനം തന്നെ എന്ന് പറയാം. അതുപോലെ ഇതിന് നമ്മൾ കമ്പനി 1 ഇയർ വാറന്റി ഉണ്ട്. കമ്പനി വാറന്റി ഉണ്ട്. അതുപോലെ 2 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 14 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 14,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് കിയ കമ്പനിയുടെ സോണറ്റ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡലാണ്. HTK+ ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 37,500 ആണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവുക? HTK+ൽ ഫീച്ചേഴ്സ് വരുമ്പോൾ എയർ ബാഗ് വരുന്നുണ്ട്, ABS, റിവേഴ്സ് സെൻസർ, ക്യാമറ, അതുപോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണ് HTK+ എന്ന് പറയുന്നത്? ഇല്ല, സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ? ഇതില് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് കമ്പനിയിൽ തന്നെയാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. അതുപോലെ ഡിക്കിയും റീപ്ലേസ് ആണ്. അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒന്നും ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ 9,75,000 രൂപയാണ് ചോദിക്കുന്നത്. 9,75,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ 2 ഡിക്കും ബോണറ്റ് ഒക്കെ നമ്മൾ കമ്പനിയിൽ നിന്ന് മാറിയതല്ലേ? ജെനുവിൻ പാർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിലവിൽ വണ്ടിക്ക് വേറെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും 2014 മോഡലാണ്. സ്വിഫ്റ്റ് VX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 81,000 കിലോമീറ്റർ. 81,000. കമ്പനി സർവീസ് ഉണ്ടോ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ ആയതുകൊണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. VX എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവുക? ഇത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ, പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്,
പിന്നെ സെൻട്രലും കാര്യങ്ങളൊക്കെ ഉള്ളത്. സെന്റർ ലോക്ക് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ്, മിറർ, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 3,75,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 3,75,000. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തായിട്ട് ടാറ്റ കമ്പനിയുടെ സഫാരി, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2021 മോഡലാണ്. സഫാരി XZ A+ ആണ് വേരിയന്റ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ ആണിത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 38,000 കിലോമീറ്റർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? കമ്പനി സർവീസ് എല്ലാം ആണ്. ഈ ഒരു വാഹനത്തിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, സൺറൂഫ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ലോഡ് വണ്ടിയാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ ചോദിക്കുന്നത് 18.5 ലക്ഷമാണ്. 18,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഇത് ഏകദേശം ഫുൾ ലോൺ വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാഹനം തന്നെയാണ്. ഇത് 2017 മോഡൽ ക്രെറ്റ E+ ആണ് വേരിയന്റ് വരുന്നത്. E+ വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,800 ആണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ചോദിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. 7 ലക്ഷം രൂപ ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ ബ്രിയോ. ഇത് ഹ്യുണ്ടായിയുടെ ഓതറൈസ്ഡ് ഷോറൂം ആണെങ്കിൽ നമുക്ക് അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും വരുന്ന വാഹനങ്ങളും എടുക്കൂലേ? അപ്പൊ ബ്രിയോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2013 മോഡലാണ്. ഹോണ്ട ബ്രിയോ SV ആണ് വേരിയന്റ് വരുന്നത്. SV. അതെ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഡീസൽ 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. SV എന്ന് പറയുന്ന ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെന്റർ ലോക്ക്, അതുപോലെ പാർക്കിംഗ് സെൻസർ. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണല്ലേ? പുതിയതാണ്. പുതിയ ടയേഴ്സ്. എല്ലാ പേപ്പേഴ്സും എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,85,000 രൂപയാണ്. 2,85,000 രൂപ. ഇത് ലോൺ ചെയ്യാൻ പറ്റുമോ? ഇത് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റൂല. മാക്സിമം ഒരു 80-90 റേഞ്ച് നമുക്ക് ലോൺ ചെയ്യാം. അതെ. അടുത്തായിട്ട് മാരുതി വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ ബലേനോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടു, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അപ്പൊ ആ ഒരു വാഹനം അന്വേഷിച്ചിരുന്ന ആളുകൾക്ക് അങ്ങനെ വാഹനം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പറ്റുന്ന നല്ലൊരു വാഹനം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2016 മോഡലാണ്. ആൽഫ വേരിയന്റ് ആണ് ഇത്. ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ്. ഈ ഒരു ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് 4 ഡോർ പവർ വിൻഡോ, അതുപോലെ എയർ ബാഗ് വരുന്നുണ്ട്, ABS, പിന്നെ അതുപോലെ സെന്റർ ലോക്ക്, അലോയ് വീൽസ്, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 5,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ പറയുന്ന പ്രൈസ് നോക്കണ്ട. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് സംസാരിക്കുക. ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തരും. ഇത് 2022 മോഡലാണ്. ക്രെറ്റ SX ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവൽ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 52,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് എല്ലാം ഉണ്ട്. ഇത് SX ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എടുത്ത് പറയാനുള്ളത്? ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. അതുപോലെ വെന്റിലേറ്റർ സീറ്റ്, ABS, എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. അതുപോലെ 1 വർഷം വാറന്റിയും 2 ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 15.5 ലക്ഷം രൂപയാണ്. 15,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 1 ഇയർ വാറന്റി, 2 സർവീസ്. നമുക്ക് ഓൾ ഇന്ത്യ ഹ്യുണ്ടായുടെ ഏത് ഷോറൂമിൽ പോയാലും കിട്ടും. ഇത് 2016 മോഡലാണ്. സ്വിഫ്റ്റ് VX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വാഹനം വരുന്നത്. ആകെ 59,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 59,000 കിലോമീറ്റർ അല്ലേ? അതെ. റീ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. അതെ. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. കേരളത്തിലോട്ട് എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണറിന്റെ തന്നെ വണ്ടിയാണ്. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. VX എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ സെന്റർ ലോക്ക് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടീഷൻ ടയേഴ്സ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. 3,75,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തായിട്ട് ഫോക്സ് വാഗന്റെ വെന്റോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡലാണ്. ഇത് ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ ആണ്. 66,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. വെറും 66,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഈ ഹൈലൈൻ എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇത് ABS, എയർ ബാഗ്, അതുപോലെ സെന്റർ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 4 ഡോർ പവർ വിൻഡോ, എല്ലാ കാര്യങ്ങളും വരുന്നതാണല്ലേ? നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പിന്നെ അലോയ് വീല്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 7,45,000 രൂപയാണ് ചോദിക്കുന്നത്. 7,45,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്.
പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വെൻഡോ അന്വേഷിച്ചിറക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണല്ലേ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.